അബി, വസു നല്ല പെൺകുട്ടിയാ, നന്നായിട്ട് നോക്ക്. ശരി അമ്മേ. ഇപ്പൊ ഓക്കെ ആയില്ലേട്ടാ? എന്തൊക്കെ ആയെന്ന്? അതല്ല അമ്മേ, ഏട്ടൻ പടിയിറങ്ങി താഴെ വന്നതല്ലേ, ഓക്കെ ആണോന്ന് ചോദിച്ചതാ. നീയാണെങ്കിൽ ഗർഭിണിയാണെന്ന് പറയാം. അബിക്ക് എന്താ കുഴപ്പം? ആദ്യം നീ ജ്യൂസ് കുടിക്ക്. മുകളിൽ പോയിട്ട് റൂമിലിരുന്ന് കുടിക്കാം അമ്മേ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. അബി, നന്നായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. ശരി അമ്മേ. അമ്മേ, ഞാൻ പറഞ്ഞത് അമ്മ മറക്കരുത്. ഇല്ല മോളെ, നീ മുറിയിലേക്ക് പൊയ്ക്കോ, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. വസുന്ധര വാ. എന്ത്? സ്വാമിജിയെ കുറിച്ച് വസു പറഞ്ഞെന്നോ? അബോർഷൻ ചെയ്യാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ ആന്റി. എവിടെയോ ഒരു പെശക കാണുന്നല്ലോ. നിങ്ങൾ സ്വപ്നം കണ്ടില്ലേ, അതേപോലെയാ നടക്കുന്നേ. അതിനു മുകളിലാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ. അതാ എനിക്ക് സംശയം കൂടുതൽ. ഇളയമ്മയ്ക്ക് എല്ലാത്തിനും സംശയം തന്നെയാ. നമ്മൾ ആരും ഒന്നും ചെയ്യാതെ വസു എടുത്ത് തന്നെ അബോർഷൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? അവിടെയാണ് എനിക്ക് സംശയം കൂടുതലാവുന്നത്. ഈ കിളവിക്ക് ഇപ്പൊ സംശയം കൂടുതലാണല്ലോ. ആ സ്വാമിജിയെ കൂട്ടിട്ട് വരാനായിട്ട് അമ്മയോട് പറയടാ. വാ. അപ്പൊ നമ്മൾ ഒളിച്ചു കേട്ടതാണെന്ന് അമ്മയ്ക്ക് സംശയം തോന്നു ഏട്ടാ. അമ്മ നമ്മളെ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മോനെ ഭാസ്കർ, അഖിൽ. ഏട്ടാ, അമ്മ വിളിക്കുന്നുണ്ട്. ശരിയടാ, വേഗം വാ. വസു അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാൻ സാധ്യതയില്ലല്ലോ. അവൾ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. ഭാഗ്യം കൂടി വരുമ്പോ സംശയിക്കേണ്ട കാര്യമില്ല ആന്റി. ഞാനും പുറത്തേക്ക് പോവാണ്. എങ്ങനെ ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വസു ശരിക്കും സ്വപ്നം കണ്ടതാണോ അതോ പുതിയ വല്ല ഐഡിയയാണോ? കാർത്തിക എവിടെ? നിങ്ങൾ 4 പേരോടും ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ഇത്രയും നാളും ഞാൻ വസുവിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. അവള് നമ്മള് നന്നായിരിക്കണം, അബി നന്നായിരിക്കണോന്ന് വിചാരിക്കുന്നതല്ലാതെ സ്വാർത്ഥതയുള്ളവളല്ല. ഇത് തന്നെയാ അമ്മേ ഞാൻ ആദ്യം മുതലേ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് ഇപ്പോഴാ ഭാവനെ മനസ്സിലായത്. അവള് കുഞ്ഞിനെ പ്രസവിച്ചാൽ അഭിയുടെ ജീവൻ ആപത്താണെന്ന് സ്വാമിജി സ്വപ്നത്തിൽ വന്ന് അവളോട് പറഞ്ഞു. ഈ കാര്യം സ്വാമിജി എന്നോട് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാ വസു കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ലെന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞത്. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? അഭിക്ക് വേണ്ടി കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വസു തയ്യാറാണ്. ഈ കാര്യം അബിയോട് എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ആ സ്വാമിജി വീട്ടിലേക്ക് ക്ഷണിച്ച് ഇതിനൊരു പരിഹാരം കാണാന്ന് വസു തന്നെ വന്നു പറഞ്ഞു. എനിക്കും അത് ശരിയാന്ന് തോന്നി. നിങ്ങൾ എന്തു പറയുന്നു? അമ്മയുടെ ഇഷ്ടം തന്നെ ഞങ്ങളുടെ ഇഷ്ടം. അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടോ? അമ്മ പറയുന്നത് പോലെ ചെയ്യാം. എന്തു പറയുന്നു ഭാവനെ? അങ്ങനെ തന്നെ ചെയ്യാമേ. സ്വാമിജിയെ വീട്ടിലേക്ക് വിളിച്ച് പരിഹാരം എന്താണെന്ന് ചോദിക്കാം. അഖിൽ, ഉടൻ തന്നെ സ്വാമിജിക്ക് ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരാൻ പറയണം. കഴിയുന്നത്ര വേഗത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. വസുവും ഇതാ പറഞ്ഞത്. അഖിൽ, 1 മിനിറ്റ്. എന്തു പറ്റിയേട്ടാ? ഭാവനെ, നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ഇളയമ്മ പറഞ്ഞ പോലെ എനിക്ക് ചില സംശയങ്ങളുണ്ടടാ.
പെട്ടെന്ന് തന്നെ വസു സ്വപ്നം കാണുന്നു. അമ്മയോട് സ്വാമിജി എന്താണോ പറഞ്ഞത്, വസുവിന്റെ സ്വപ്നത്തിലും അത് തന്നെ എങ്ങനെ കാണാനാ? ഉടനെ തന്നെ വസു അത് സമ്മതിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ കണ്ടിട്ട് വിശ്വസിക്കാനും തോന്നില്ലല്ലോ. എന്ന് വെച്ചാ വസു എടുത്ത് എന്തോ ഗെയിം കളിക്കുകയാണെന്നല്ലേ? ഇതെല്ലാം അവളുടെ ഗെയിമാണോന്നാ എനിക്ക് സംശയം. വസുവിന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അത്ര പെട്ടെന്ന് അബോർഷൻ അവള് സമ്മതിക്കുകയുമില്ല. കുഞ്ഞു ജനിച്ച അബിയേട്ടന്റെ ജീവന് തന്നെ ആപത്താണെന്ന് എന്റെ മോം സ്വാമിജിയെ കൊണ്ട് അന്ന് പറയിപ്പിച്ചതല്ലേ? ഭർത്താവിന് വേണ്ടി കുഞ്ഞിനെ ഉപേക്ഷിക്കാതിരിക്കോ? ആ സ്വാമിജി ജനുവിനാണെങ്കിൽ അയാള് പറഞ്ഞത് സത്യമാണെന്ന് വച്ചോ, എന്നാ വസു അബിക്ക് വേണ്ടി സ്വന്തം ജീവനും കൂടി കളയാൻ തയ്യാറാവും. എന്നാ ആ സ്വാമി ഒരു കള്ളനാണ്. അയാൾ പറഞ്ഞതും കള്ളമാണ്. ഈ കാര്യം നമുക്കറിയാവുന്ന വസുവെടുത്തേക്ക് അറിയില്ലല്ലോ അല്ലേ? ഇനിയൊരു പക്ഷെ വസു എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യങ്ങളൊക്കെ അമ്മയുടെ മുമ്പിൽ തെളിയിക്കാൻ വസു ശ്രമിക്കുന്നതാണെങ്കിലോ? അതിനു വേണ്ടിയാണ് സ്വാമിജിയെ വീട്ടിൽ കൊണ്ടുവരുന്നതിനായിട്ട് അമ്മയെ നിർബന്ധിച്ചതെങ്കിൽ അയാളൊരു കള്ളസ്വാമിയാണെന്ന് എല്ലാവരുടെ മുമ്പിൽ വസു തെളിയിക്കാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? അമ്മ നമ്മളെല്ലാവരും മോശക്കാരായിട്ട് കാണും. ഇനി അഥവാ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും അതിശയിക്കാനില്ല. ആദ്യം എന്നെ തന്നെയായിരിക്കും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. ആ ഫേക്ക് സ്വാമിയെ അറേഞ്ച് ചെയ്തത് എന്റെ മോമല്ലേ? അങ്ങനെയൊന്നും നടക്കാതിരിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വാമിജിക്ക് ഫോൺ ചെയ്യാതെ അതങ്ങ് വിട്ടേക്കട്ടെ. വേണ്ട, സ്വാമിജിയെ ഫോണിൽ വിളിക്കണം. പക്ഷേ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാർത്തികയുടെ അമ്മയെ കൊണ്ട് വിളിപ്പിക്കണം. വസുവിന്റെ എല്ലാ പദ്ധതിയും ആ സ്വാമിക്ക് അറിയുകയും വേണം. അപ്പോ സ്വാമിജി അലേർട്ടായിട്ടിരിക്കും. ശരിയാ ഭാസ്കരേട്ടാ. അപ്പോ ആ കള്ള സ്വാമിജി നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കും. വസുവേട്ടത്തി എന്ത് അടവുകൾ പ്രയോഗിച്ചാലും വർക്കൗട്ട് ആകില്ല. കാർത്തിക, എത്രയും പെട്ടെന്ന് നിന്റെ അമ്മയെ ഫോൺ ചെയ്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സ്വാമിജിയോട് ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കാൻ പറയും. ഞങ്ങൾ പോയി സ്വാമിജി നേരിട്ട് കണ്ടിട്ട് വരാം. ഏട്ടാ, ഏട്ടന് ഏട്ടത്തിന്റെ മേലെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു വിട്ടത്? അത് ശരിക്കും എനിക്ക് നല്ലപോലെ ദാഹിച്ചിട്ടടാ. അതുകൊണ്ട് അവളെ പറഞ്ഞു വിട്ടെ. എന്തെന്നായാലും എന്നെ കൊണ്ട് സത്യം ചെയ്ത അവളെ ഞാനെന്തിനാണ് അവിശ്വസിക്കുന്നത്? ജീവൻ പോയാലും ഭാവന വാതുറന്ന് വസുവിനോട് ഒരു സത്യവും പറയാൻ പോകുന്നില്ല. ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടാ. ഏട്ടൻ തന്നെയാ വസു റൂമിലുള്ള കാര്യം അറിയാതെ എല്ലാം വിളിച്ച് പറഞ്ഞത്. എനിക്ക് ബുദ്ധിമുട്ട് പറഞ്ഞേ. നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് ഭാസ്കരേട്ടന് സംശയം വന്നെന്നോ? സംശയം വന്നു വസു. അവര് സ്വാമിജിയെ നേരിട്ട് ഫോൺ ചെയ്യാതെ കാർത്തികയുടെ അമ്മ വഴി ഫോൺ ചെയ്ത് സംസാരിച്ച് അതിനുശേഷം സ്വാമിയെ കാണാൻ പോവെന്ന്. നീ സ്വാമിജിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് അയാളൊരു കള്ളനാണെന്നും അയാള് പറഞ്ഞതൊക്കെ നുണയാണെന്നും നിനക്ക് കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അബിക്ക് ഒരു വിധത്തിലും ആപത്തുണ്ടാവില്ലെന്നും അമ്മയെ ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ചു. ഇപ്പൊ എല്ലാം തിരിച്ചടിക്കുന്ന പോലെയായി. അവരാ കള്ളസ്വാമിയോട് നമ്മുടെ പ്ലാനൊക്കെ പറഞ്ഞാൽ അയാള് വാ തുറന്നൊരു സത്യവും പറയില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ചേച്ചി. നമുക്ക് നമ്മുടെ പ്ലാനിൽ തന്നെ ഉറച്ചു നിൽക്കാം. അവര് നേരത്തെ ആ സ്വാമിജിയോടെല്ലാം പറഞ്ഞു കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല വസു. ആദ്യം ആ കള്ളസ്വാമി നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ ചേച്ചി. അവനെ കൊണ്ട് എങ്ങനെ സത്യം പറയിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സൂക്ഷിക്കണം വസു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല കാര്യം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും ചേച്ചി. കാർത്തികയുടെ കാര്യത്തിൽ എന്താ ചെയ്യ വസു? ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുക. അവളുടെ കള്ളം എങ്ങനെ പുറത്തുകൊണ്ടിരുന്നേ? ആദ്യം ഈ വിഷയം സോൾവ് ആകട്ടെ ചേച്ചി. അത് കഴിഞ്ഞിട്ട് മതി കാർത്തികയുടെ കാര്യം. എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തികയ്ക്ക് നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം. അബി എന്ത് പറയുന്നു വസു?
ഭയങ്കര സന്തോഷത്തില ചേച്ചി. അമ്മ ചിരിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും ഒക്കെ ഏട്ടന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്റെ മനസ്സിന് നല്ല ആശ്വാസമുണ്ട്. നീ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും സാധിക്കാം വസു. ഏട്ടൻ, അമ്മ, ചേച്ചി എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. അതിരിക്കട്ടെ, ചേച്ചിയുടെ മേല് ഭാസ്കരേട്ടനോ അഖിലിനോ കാർത്തികയ്ക്കോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏട്ടൻ ഒട്ടും വന്നിട്ടില്ല. ഏട്ടനിപ്പോ എന്നെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ ഡൗട്ട് വന്നാലും ഞാൻ നിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും വസു. ഏട്ടന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുന്നത് വരെ ഞാനും മാറില്ല. എല്ലാവരെയും ഞാൻ മാറ്റിയെടുക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ, എല്ലാം എനിക്ക് വിട്ടേക്ക്, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. നിങ്ങൾ എന്ത് കാര്യം നോക്കുന്ന? നിങ്ങൾ ഇവിടെ ആലോചിക്കുന്ന പദ്ധതിയെ അവൾ അവിടെ കാണും വസു. അവളോട് വളരെ അലേർട്ടായിരിക്കണം. അതുപോലുള്ള എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു. എനിക്കൊരു പേടിയുമില്ല. ഏയ്, അവിടെ വന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ ജീവനോട് അവിടെ വെച്ച് എന്നെ സമാധിയാക്കും. ഞാനൊരു സ്വാമിയാണനിയ, എന്നെ ഒരല്പം ബഹുമാനിക്കടോ. നിങ്ങൾ വെറും കള്ള സ്വാമിയാ. നിങ്ങൾക്ക് പിന്നെ എന്തിനാ റെസ്പെക്ട് തരുന്നേ? പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം. വസുവിന്റെ കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കണം. അങ്ങനെയല്ലെങ്കിൽ അബിയുടെ ജീവൻ ആപത്താണെന്ന് ഞാൻ പേടിപ്പിക്കണം. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാതെ അഭി ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇതൊന്നു മാത്രമാണ് മാർഗമെന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ഒരു വാക്ക് മിണ്ടാൻ പാടില്ല. അവിടെ ഞങ്ങളോടല്ലാതെ മറ്റൊരാളോട് സംസാരിക്കാനും പാടില്ല. ഇത് വച്ചോ നിങ്ങളുടെ റെമ്യൂണറേഷൻ. ആഹാ, വളരെ നന്ദിയുണ്ട്. എത്രയേട്ടാ കൊടുത്തേ? 10,000. ഇയാള് ചെയ്യുന്ന ഈ ചെറിയ ക്യാരക്ടറിന് എന്തിനാ ഏട്ടാ 10,000 ഒക്കെ കൊടുത്തത്? മോനെ, കഥാപാത്രം ചെറുതാണെങ്കിലും എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം മഹത്തരമല്ലേ? 10,000 പോരെ? ഇനിയും വേണമെന്നാണോ? 10 ലക്ഷം തന്നതുപോലെയല്ലേ സംസാരിക്കുന്നത്? തന്നിരിക്കുന്നത് 10,000 രൂപയെ. ഇയാൾക്ക് ഇത് തന്നെ അധികം ഏട്ടാ. ഇങ്ങോട്ട് നോക്ക്, നാളെ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ചാ നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ജീവനോട് സമാധിയാക്കി കളയും. അത്രയും വലിയ ഓഫറൊക്കെ എനിക്ക് എന്തിനാ മോനെ? നാളെ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിന്റെ അമ്മ ആ വസുവിനെയും കൂട്ടിക്കൊണ്ട് ഉടനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അപ്പൊ നോക്കിക്കോ. എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു? അബോർഷൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോവും. ഞാൻ പറയുന്നതേ നാളെ സംഭവിക്കൂ. നിങ്ങളുടെ ഈ ഓവർ ആക്ഷനാ വേണ്ടെന്ന് പറഞ്ഞത്. വളരെ ശ്രദ്ധിച്ചോണം കാര്യങ്ങൾ ചെയ്യാൻ. നാളെ പറഞ്ഞ സമയത്ത് തന്നെ എത്തണം. ബായേട്ടാ. പിശുക്കന്മാര്. ആ അംബികാദേവി ആൾറെഡി എനിക്ക് പണം തന്നിട്ടുണ്ട്. അതറിയാതെ യുവന്മാര് വേറെ കാശ് തരുന്നു. ഫ്യൂച്ചറിൽ ഇവരെ നല്ലവണ്ണം ഉപയോഗപ്പെടുത്താം. വരൂ അമ്മേ, വരൂ അച്ഛാ. അബിയും വസു എവിടെ? അബി, വസു. വാഭി, നിങ്ങളെ രണ്ടുപേരെയും കാണാതെ അമ്മ വിഷമിക്കുകയായിരുന്നു. വാ ഇരിക്ക്, ഞാൻ വിളമ്പിത്തരാം. നീ ഇരിക്കും മോളെ. ഇന്നൊരു ദിവസം ഞാൻ എല്ലാവർക്കും വിളമ്പിത്തരാം. ഇരിക്കേ. ഭാവനെ, കാർത്തികേ, നിങ്ങൾ ഇവിടെ വന്നിരിക്കെ. ഇരിക്കുന്നേ. ഇരിക്കെ. വസു, ഇന്നുണ്ടാക്കിയതെല്ലാം നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാ. വയറ് നിറച്ച് തൃപ്തിയായിട്ട് കഴിക്കേ. എന്താ അമ്മേ, അമ്മയും വസുന്ധരയും നല്ല കമ്പനിയാന്ന് തോന്നല്ലോ. ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചേ? അവരമ്മായിയും മരുമകളും ആഭി, അവര് വഴക്കുകൂടും, അടുത്ത നിമിഷം ഒന്നിക്കും. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, അത്ര തന്നെ. കറക്റ്റ് ആയിട്ട് ഏട്ടൻ പറഞ്ഞ്. ഞങ്ങളുടെ നടുവില് നിങ്ങൾ ആരും വരാതിരുന്നാ മതി. താങ്ക് യു വസുന്ധര. എന്തിന്? തനിക്കറിയാലോ. എവിടെ പോയിരുന്നറാ ഇത്രയും നേരം? സ്വാമിജിയെ കാണാൻ പോയിട്ട് വരിക അച്ഛാ. നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് പോയി ക്ഷണിച്ചതാ. എന്തിന്? സ്വാമിജി വീട്ടിലേക്ക് വരുന്നത് നല്ലതല്ലേ ഏട്ടാ? വേണ്ട ഉപദേശമൊക്കെ തരും. ഇപ്പൊ ഒരുപാട് കള്ളസ്വാമികൾ ഇറങ്ങിയിട്ടുണ്ട്. കാശിനു വേണ്ടി ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി പറ്റിക്കുക.
അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ചുമ്മാ എല്ലാവരെ കണ്ണടച്ച് വിശ്വസിക്കാണ് ഇവര്. നീയൊന്ന് നിർത്തുന്നുണ്ടോ? എല്ലാ സ്വാമിമാരും കള്ളമായിരുന്നല്ല. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഏട്ടാ, അച്ഛന് ഡൗട്ട് തോന്നും. ശരി ശരി, കഴിക്കുന്നിടത്ത് എന്തിനാ ഇത്ര ബഹളം? എല്ലാവരും വന്നു കഴിഞ്ഞില്ലേ? ഞാൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഏട്ടാ. എന്താ എടുത്തിയത്? നടന്നു വന്നത് എന്തിനാ? പിന്നെ ഞാൻ എങ്ങനെയാ വരണ്ടേ? നിന്നോട് ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? എന്തിനാ അതിനിടയ്ക്ക് പുറത്തിറങ്ങിയേ? റൂമിലേക്ക് ഭക്ഷണം എല്ലാം കൊണ്ടുവരില്ലായിരുന്നോ? ആരാ എനിക്ക് കൊണ്ടുതരിക? രാവിലെ തന്നെ പച്ച വെള്ളം കൊണ്ടുതരാൻ പോലും ആരുമില്ല. എന്താ ഇളയമേത്? ഇളയമ ആരും നോക്കാറില്ലേ? ഞാനെന്താ ഗർഭിണിയാണോടാ എല്ലാരും എന്നെ നോക്കാനായിട്ട്? എന്റെ ഗർഭപാത്രം പോലെ എടുത്തു കളഞ്ഞു. എന്താ സുമംഗല നീ ചെയ്യുന്നേ? നിനക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ല. കുറച്ചു നാളത്തേക്ക് പഥ്യം നോക്കണം. ജയന്തി, സുമംഗലക്ക് തൈരും ചോറും കൊടുക്ക്. ഒറ്റയടിക്ക് എന്നെ കൊല്ലാൻ പോവാ? ഇന്നലെ മുതൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. ഒരാഴ്ച പഥ്യമായിട്ടിരിക്കണ ഏട്ടത്തി, ഒന്നും സംഭവിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല എടുത്തി. ജീവൻ പോയാലും ശരി, എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിന്നും. അവൾ എങ്ങനെയാ ജയന്തി? നീ വിളമ്പി കൊടുക്കും കൊണ്ട്. വസു, അബി, വസു, എന്താ ഇങ്ങനെ കഴിക്കുന്നേ? കൈ നിറയെ എടുത്ത് കഴിക്കണം, എങ്കിലേ ശരീരത്തിൽ പിടിക്കൂ. ദാ ഈ തോരൻ കഴിക്കേ. അയ്യോ വേണ്ട അമ്മേ. വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെ മോളെ? തൃപ്തിയായി വയറ് നിറയെ കഴിക്കണമെന്നല്ലേ പറഞ്ഞത്? നീ കഴിച്ചില്ലെങ്കിൽ ഇവിടെ എഴുന്നേക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയല്ല, ഞാൻ തന്നെ വാരിത്തരാം. നന്നായിട്ട് കഴിക്കണം. കാറ്റിൽ കുറുക കിളികുല കൂത്താടും വഴിയേ തൂവൽ പാലം തേടിപ്പോ. അയ്യോ വസു, പതിയെ വെള്ളം കുടിക്കേ കുടിക്കേ. മഴമുഖി ചിമിഴുമായി മാനം നീളെ പൊഴിയാ വെയിലിലും വേരോടും പകലിൽ വാവൽ കോലം പോലും. ഞാൻ കണ്ട സ്വപ്നം ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ സന്തോഷക്കിനി എത്ര നേരത്തേക്കാ? നാളെ സ്വാമിജി വരുമല്ലോ. ഇവളുടെ വയറും ശൂന്യമാവും, എന്റെ സ്വപ്നവും യാഥാർത്ഥ്യമാവും. വസു, കുങ്കുമപ്പൂ ഇട്ട പാലാ ഇത്, കുടിക്കേ. ദാ എക്സ്ട്രാ കുങ്കുമപ്പൂവും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അഖിൽ, കാർത്തിക, ഇളയമ്മ, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വസുവിന് അപോഷനാകാനുള്ള പദ്ധതി തയ്യാറാക്കി ഈ മുഴുവൻ സ്വത്തിനും അനന്തരാവകാശികളെ ഇല്ലാതാക്കും. നീ നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ചേച്ചി എന്തോ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി സ്നേഹത്തോടെ പാല് കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ അവരോ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അമ്മയാണെങ്കിലോ എന്നെ അബോർഷൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുക. ഏട്ടനാണെങ്കിലോ ഞാൻ ഇന്നലെ വരെ അമ്മയോട് ശരിക്കും സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞു
എന്നോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. എനിക്ക് ചുറ്റും വല്ലാത്തൊരു സാഹചര്യം തന്നെ അല്ലേ? അതെ വസു, നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായിരുന്നാലും അവളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. നീ ആയതുകൊണ്ടാ ഞാൻ ധൈര്യമായിട്ടിരിക്കുന്നെ. എതിർത്ത് നിന്ന് പോരാടുകയല്ലാതെ എന്നെ കൊണ്ടിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? അവിടെയാണ് നിന്റെ ശരിക്കുള്ള മനോധൈര്യം ഞാൻ കാണുന്നത്. കുട്ടിക്കാലം തൊട്ടേ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്നതാ. ഇപ്പോഴും നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല.